ഹായ് ഓൾ, വെൽക്കം ടു പച്ചവെള്ളം ലേണിംഗ് ആപ്പ്. ഞാൻ നീതു ജയേഷ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അഗ്രികൾച്ചർ അഥവാ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. മിക്കവാറും എക്സാമിനേഷന് നമുക്ക് ഈ അഗ്രികൾച്ചറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു പോയിന്റ് പോലും നമ്മളിതിൽ പറയുന്നില്ല. എല്ലാ പോയിന്റും നോട്ട് സെപ്പറേറ്റ് കിട്ടുമെങ്കിൽ കൂടി നോട്ട് ചെയ്ത് ക്ലാസ് കാണുമ്പോൾ തന്നെ എഴുതി പഠിച്ച് പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ കൃഷി രീതികളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറുകയും ചെയ്യുന്ന രീതിയാണ് പുനഃകൃഷി. പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വിളിക്കും. അപ്പോൾ കൃഷി രീതികളാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കൃഷി രീതിയാണ് കാട് വെട്ടിത്തെളിക്കൽ. അതായത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുക. അതുപോലെ കുറേ നാൾ അവിടെ കൃഷി ചെയ്ത് നമ്മൾ ചിലപ്പോൾ രാസവളമൊക്കെ ഇടുമായിരിക്കും അല്ലേ. അപ്പം മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് കൃഷി മാറ്റും. ആ കൃഷി തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്ന ചെയ്യുന്ന രീതിയാണ് പുനഃകൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് അസമിൽ നിലനിൽക്കുന്ന ഒരു പുനഃകൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ്റെ പേരാണ് ജൂം. ജൂം എന്ന് പറയുന്നത് അസമിൽ നിലനിൽക്കുന്ന ഒരു പുനഃകൃഷി രീതിയാണ്. അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി പരമാവധി ഉൽപാദനം നടത്തുന്ന രീതിയാണ് കടും കൃഷി. അതായത് മാക്സിമം അവിടെ നിന്ന് എത്രമാത്രം നമുക്ക് വിളവെടുപ്പ് നടത്താമോ അത്രമാത്രം ഉൽപാദനം നടത്തും. അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതിനാണ് കടും കൃഷി. എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ വേറൊന്നോ, നമുക്ക് എന്ത് അതിനകത്തുനിന്ന് കിട്ടുന്നു, എത്രമാത്രം അതിനകത്തുനിന്ന് കിട്ടും എന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയാണ് കടും കൃഷി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ കൃഷിയോടൊപ്പം ഈ കൃഷി നടത്തുമ്പോൾ അതിൻ്റെ കൂടെ കന്നുകാലികളെ കൂടി വളർത്തുന്ന രീതിയാണ് സങ്കര കൃഷി അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ് എന്ന് പറയും. അതായത് നമ്മൾ കുറേ എന്തെങ്കിലുമൊക്കെ ക്രോപ്സ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ അതിനിടയ്ക്കൂടെയുള്ള പുല്ലൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാനും അതുപോലെ തന്നെ അത് നമുക്ക് വേറെ ഒരു രീതിയിൽ ഉപകാരപ്രദമായ രീതിയിൽ അത് വിനിയോഗിക്കാനും വേണ്ടിയിട്ടാണ് കൂടെ കന്നുകാലികളെ വളർത്തുന്ന കൃഷി രീതിയും കൂടെ ഉണ്ട്. അതിന് വിളിക്കുന്നതാണ് സങ്കര കൃഷി അല്ലെങ്കിൽ മിക്സഡ് ഫാമിംഗ് എന്ന് പറയും. അതുപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷിയാണ് ട്രക്ക് ഫാമിങ്. അതായത് മാർക്കറ്റിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് എത്രമാത്രം എന്താണ് ഇപ്പം ഈ ഒരു സീസണിൽ എന്താണ് ആവശ്യം, അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ എന്താണ് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന രീതിക്കാണ് കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ എന്ന് പറയുക. കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ അതാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയെന്നോ വെറും കൃഷിയെന്നോ ഒക്കെ പറയാം. അതുപോലെ തന്നെ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി കന്നുകാലികളെ വളർത്തുന്നത് ഡയറി ഫാമിംഗ് എന്ന് പറയും. അതൊരു കൃഷി തന്നെയാണ്. നമുക്ക് കന്നുകാലികളെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ആടുണ്ട്, അതുപോലെ കന്നുകാലിയുണ്ട്, അതിൽ പശുവുണ്ട്, അതുപോലെ പോത്തുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെടുന്നതിനും കൂടെ ഒരുമിച്ച് നമ്മൾ കന്നുകാലികൾ എന്ന് പറയും. അപ്പോൾ പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വേണ്ടി കന്നുകാലികളെ വളർത്തുന്നതാണ് ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴങ്ങളും പുഷ്പങ്ങളും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ഹോർട്ടിക്കൾച്ചർ. പഴങ്ങൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും വാണിജ്യാടിസ്ഥാനത്തിൽ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മലമ്പ്രദേശങ്ങളിൽ മലയുള്ള പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് കൃഷിഭൂമി എന്ത് ചെയ്യുന്നു അറിയാമോ, തട്ടുകളായിട്ട് തിരിച്ച് കൃഷി ചെയ്യും. ഒരു തട്ട് അടുത്ത തട്ട് അങ്ങനെയുള്ള തട്ടായിട്ട് കൃഷി ചെയ്യുന്നതിനെ ടെറസ് കൾട്ടിവേഷൻ എന്ന് പറയും. ടെറസ് കൾട്ടിവേഷൻ കണ്ടിട്ടില്ലേ, ഒരു കയ്യാല കിട്ടി ഇങ്ങനെ തിരിച്ച് ഒരു തട്ട് പിന്നെ അടുത്ത തട്ട്, അത് വലിയൊരു കുന്നായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല, കാരണം ഓരോ തട്ടായിട്ട് അങ്ങനെ കല്ലിട്ട് കെട്ടി അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, വലിയ മലമ്പ്രദേശം ആകുമ്പോൾ പെട്ടെന്ന് മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മണ്ണൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തട്ടായിട്ടുള്ള കൃഷി രീതി. അതിനെയാണ് ടെറസ് കൾട്ടിവേഷൻ എന്ന് വിളിക്കുക. ഇനി കൃഷിക്ക് ആവശ്യമായ ലവണങ്ങളും മറ്റും കൃത്രിമമായി കൊടുത്തുകൊണ്ടുള്ള രീതിയാണ്
പ്രിസഷൻ ഫാമിങ്, അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൃഷിയെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സസ്യത്തിന് ആവശ്യമായ ലവണങ്ങളുണ്ടാകും, ധാതുക്കളും ലവണങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. അത് നാച്ചുറലായിട്ട് കിട്ടേണ്ടതാണ്. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ തന്നെ മണ്ണിൽ നിന്നും ഒക്കെ നാച്ചുറലായിട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ നമ്മളത് കൃത്രിമമായിട്ട് കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് പ്രിസഷൻ ഫാമിംഗ് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, ആ ഒരു ഉൽപ്പന്നം എന്താണോ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രിസിഷൻ ഫാമിങ്. ഇനി പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നെല്ല്, ഇപ്പം നമ്മളോടൊരു എക്സാമ്പിൾ ചോദിക്കുക, രോഹിണി എന്താണ്, നെല്ലാണോ ഗോതമ്പാണോ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഞാനിവിടെ നെല്ലിൻ്റെ കുറേ പേര്, നെല്ലിനങ്ങൾ, ഏത് ഇനത്തിൻ്റെ പേര് എന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തിരിച്ചും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കണേ. അപ്പം അന്നപൂർണ, രോഹിണി, അശ്വതി, ജ്യോതി, ഭാരതി, അതുപോലെ തന്നെ ശബരി, ത്രിവേണി, ജയ, IR 34, IR 8. അപ്പം നിങ്ങൾ ഓർത്തിരിക്കണം, IR കൂട്ടിയുള്ളതൊക്കെ എന്താണ്, നെല്ലാണെന്ന് ഓർത്തിരുന്നോളൂ. പിന്നെ ഈ ത്രിവേണി, ശബരി, ഭാരതി, ജ്യോതി, അശ്വതി, രോഹിണി, അന്നപൂർണ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല നല്ല പേരുകളാണല്ലേ. അപ്പം അങ്ങനെയുള്ള പേരുകളെല്ലാം എന്തെങ്കിലുമൊക്കെ കോഡ് ഉപയോഗിച്ച് നിങ്ങളതൊന്ന് പഠിച്ചു വെക്കുക. കാരണം നെല്ലിനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. IR 8, IR 34, IR കൂട്ടി വരുന്നത് നെല്ലിനമാണ്. അതുപോലെ കീർത്തി, H4, ഉമ, ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെല്ലിനങ്ങൾ. അതുപോലെ ഗോതമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാൺ സോന, ഭയങ്കര ഫേമസ് ആണ്. കല്യാൺ സോന, ഗിരിജ, സൊണാലിക. ഉണ്ടോ, സൊനാലിക ഓർത്തിരുന്നാൽ മതി. ഗോതമ്പിന് ഒരു സ്വർണത്തിൻ്റെ നിറമെന്ന് നമുക്കങ്ങ് അസ്യൂം ചെയ്യാം. അപ്പം ഈ സ്വർണത്തിൻ്റെ നിറമുള്ള ഗോതമ്പിൻ്റെയാണ് ഈ സോന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സ്വർണം എന്നാണല്ലോ. അപ്പം ഈ കല്യാൺ സോന, സൊണാലിക, ഇത് മിക്കവാറും ഈ കല്യാൺ സോന, സൊണാലിക പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഗിരിജ, ഇത് പോട്ടെ കേട്ടോ, ഇത് വെറുതെ വന്നതാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഈ യു പി കൂട്ടി വരുന്നതെല്ലാം ഇങ്ങനെ ഓർത്തിരിക്കുക. ഉത്തർപ്രദേശിലൊക്കെ അവർക്ക് ഗോതമ്പാണ് മുഖ്യമായ ഭക്ഷണം. അപ്പോൾ UP 262, UP 115, WC 711, മാൾവിയ. ഇതിന് നമുക്ക് മാറിപ്പോകാവുന്നത് ഗിരിജയാണ്. ഗിരിജ നമുക്ക് ചിലപ്പോൾ തോന്നും അരിയാണ്, അരിയല്ല. ഗിരിജ ഗ ഓർത്തിരിക്കുക, ഗിരിജ ഗ ഗോതമ്പ്. ബിത്തൂർ. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഈ കല്യാൺ സോണ, സോണാലിക അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ UP ഓർത്തിരിക്കുക, UP ഗോതമ്പ് കൂടുതലായിട്ട് കഴിക്കും. അപ്പോൾ UP എന്താണ്, UP 115, 262. ഓക്കെ, അത്രയൊക്കെ ഓർത്തിരിക്കാനുള്ള കോഡ് പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് മാതളം ത്തിൻ്റെ വെറൈറ്റീസാണ് ധോൽക്ക, മസ്കറ്റ്, റൂബി. അതായത് മാതളം നാരങ്ങ അകത്തെ വിത്ത് നല്ല റൂബിയുടെ നിറമല്ലേ. അപ്പം റൂബി. ഗണേഷ് എന്ന് പറഞ്ഞാൽ വിത്തില്ലാത്ത മാതളം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വിത്തില്ലാത്തത് മാതളമാണ് ഗണേഷ് എന്ന് പറയുന്നത് വിത്തില്ലാത്ത മാതളമാണ്. പിന്നെ തെങ്ങാണെങ്കിൽ T × D, D × T, കണ്ടോ തിരിച്ചുള്ളത് ഇതില്ല. ഗംഗാബോന്തം, ലക്കഡീവ്, ഗൗരീഗാത്രം, അതൊക്കെ തെങ്ങിൻ്റെ ഇനങ്ങളാണ്. അതുപോലെ മരച്ചീനി M4, H 165, H 264, അതുപോലെ തന്നെ H 97. പിന്നെ ഉള്ളത് കരിമ്പിൻ്റെ ഇനങ്ങളാണ്. ഇത് കരിമ്പിൻ്റെ ഇനങ്ങളാണ്. CO 419, CO കരിമ്പെന്ന് ഓർത്താൽ മതി, CO കരിമ്പാന്ന് ഓർത്താൽ മതി. അപ്പോൾ CO 449, CO 1148, CO 453, CO 527, CO 997. മധുരമുള്ളതല്ലേ കരിമ്പ്, മധുരിമ, തിരുമധുരം, ഇതൊക്കെ കരിമ്പിൻ്റെ ഇനങ്ങളാണ്. ഇനി അടുത്തത് കുരുമുളകാണ്. കുരുമുളക് പന്നിയൂർ 1, കരിമുണ്ട, കൊറ്റനാടൻ, കുതിരവേലി, ഇതൊക്കെ എന്താണ്, കുരുമുളകിൻ്റെ ഇനങ്ങളാണ്. പിന്നെ ഉള്ളത് റബ്ബറാണ്. റബ്ബർ PBI എന്നുള്ളത് റബ്ബറാണ്. PBIG ആണ്. പിന്നെ GG3, അതുപോലെ GG2, ഇതെല്ലാം റബ്ബറിൻ്റെ ഇനങ്ങളാണ്.
ഈ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അന്തകൻ വിത്തിന്റെ ഉപജ്ഞാതാവ്, അന്തകൻ എന്ന് പറയുന്ന ഒരു സീഡിന്റെ ഉപജ്ഞാതാവാണ് മോൺസാൻഡ്രോ. ബസുമതി റൈസ് ഇല്ലേ, ബസുമതിക്ക് മേൽ പേറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനിയാണ് റൈസ് ടെക്. അതുപോലെ തന്നെ ഭക്ഷണത്തിനായിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയാം. നമുക്ക് നേരിട്ട് ഉപയോഗിക്കുക, ആ ഭക്ഷണത്തിനായിട്ട് നമ്മൾ പ്രോസസ്സിംഗ് ഒന്നുമില്ല, നേരിട്ട് ഉപയോഗിക്കുക. അതായത് നെല്ല്, ഗോതമ്പ്, തിന, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് ഭക്ഷ്യവിളകൾ അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് എന്ന് പറയും. ഈ നെല്ല്, ഗോതമ്പ്, ചോളം ഇവയാണ് പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ, അതായത് ഫുഡ് ഗ്രെയിൻസ്, തിനവിളകൾ എന്നറിയപ്പെടുന്നു. തിനവിളകൾ ഏതൊക്കെയാ? ഗോതമ്പ്, നെല്ല്, ചോളം. ഓക്കെ. ഇനി നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മുടെ മില്ലറ്റ്സ് ഇല്ലേ, ബജ്ര, ജോവർ, റാഗി ഒക്കെ മില്ലറ്റ്സ്, അവ ചൂടിനെയും വരൾച്ചയും അതിജീവിക്കാൻ കഴിവുള്ളത് കൊണ്ട് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഈ മില്ലറ്റ് കൃഷി ചെയ്യുന്നത്. മില്ലറ്റിന് എക്സാമ്പിൾ ആണ് ബജ്ര, ജോവർ, റാഗി, അതുപോലെ തിന എന്ന് പറഞ്ഞ ഒരു ഈ നമ്മുടെ റാഗി പോലെ തന്നെ വേറൊരു ഗോതമ്പിന്റെ കളറിലുള്ള ഒരു ചെറിയ സാധനമാണ് തിന. അതൊക്കെ എന്താണ്? മില്ലറ്റ്സ് ആണ്. മില്ലറ്റ്സ്. അതിന് ചൂട് മതി, അതായത് മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ നമുക്കിതൊക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തേയില, കാപ്പി, കൊക്കോ, അതുപോലെ വാനില, ഇതൊക്കെയാണ് പാനീയ വിളകൾ എന്നറിയപ്പെടുന്നത്. തേയില, കാപ്പി, കൊക്കോ, വാനില ഇതൊക്കെയാണ് പാനീയ വിളകൾ. അതുപോലെ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നതാണ് നാണ്യവിളകൾ. നമുക്ക് എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു. അതായത് നാരുവിളകൾ, എണ്ണക്കരുക്കൾ, പാനീയ വിളകൾ, ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ നാണ്യവിളകളെ തരംതിരിക്കാറുള്ളത്. അതായത് നമ്മുടെ പരുത്തിയില്ലേ, അപ്പൊ അത് നമ്മൾ അസംസ്കൃത വസ്തുവാണ്, നമ്മുടെ തുണി ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവാണ്. ചണം, മെസ്ത, അതുപോലെ തന്നെ നമ്മുടെ ചകിരി പറയുവാണെങ്കിൽ ഒരു അസംസ്കൃത വസ്തുവാണ്. വ്യാവസായികം, നമ്മൾ കയറുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ്, അതിനെയൊക്കെയാണ് നമ്മൾ നാണ്യവിളകൾ എന്ന് പറയാം. അതുപോലെ തന്നെ നിലക്കടല, കടുക്, നാളികേരം, എള്ള്, ചണം, ആവണക്ക്, ഇതാണ് എണ്ണക്കരുക്കൾ. അതായത് എണ്ണ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ് എണ്ണക്കരുക്കൾ എന്ന് പറയുന്നത്, അതായത് എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയാണ്? നിലക്കടല, നമുക്ക് നിലക്കടലയിൽ നിന്ന് എണ്ണ എടുക്കാറുണ്ട്. കടുക്, നാളികേരം, എള്ള്, ചെറു ചണവിത്ത്, ആവണക്ക്, ഇതൊക്കെയാണ് എണ്ണക്കുരുക്കൾ. നമ്മുടെ വിളവെടുപ്പ് കാലങ്ങളെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇന്ത്യയിൽ ആകമാനം 3 വിളവെടുപ്പ് കാലങ്ങളാണുള്ളത്. അത് ഖാരിഫ്, റാബി, സെയ്ദ്. അതാണ് ഖാരിഫ്, റാബി, അതുപോലെ തന്നെ സെയ്ദ്. ഇതാണ് 3 വിളവെടുപ്പ് കാലങ്ങൾ. ഈ വേനൽക്കാല വിളകളെയാണ്, അതായത് വേനൽക്കാലത്ത് ചൂടുള്ള കാലത്ത് ഉള്ള വിളകളെയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയപ്പെടുക. ഖാരിഫ് അതായത് ഏത് മാസമാണ്? ജൂൺ മാസത്തിൽ വിളവിറക്കിയിട്ട് നവംബർ മാസത്തിൽ വിളവെടുക്കുന്നവയാണ് ഖാരിഫ് വിളകൾ. അതുപോലെ നെല്ല്, ചോളം, പരുത്തി, തിന വിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവയാണ് പ്രധാന ഖാരിഫ് വിളകൾ. നിങ്ങളിപ്പോൾ വിചാരിക്കും നമുക്ക് വേനൽക്കാലം എന്ന് പറയുമ്പോൾ ജൂൺ മാസത്തിൽ നമുക്ക് എന്താണ് ഭയങ്കര മഴയാണല്ലോ എന്ന്. നമ്മൾ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ആവറേജ് കാലാവസ്ഥ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് വേനൽക്കാലം എന്നൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, ഇതാണ് ഖാരിഫ് വിളകൾ. നിങ്ങളോട് ചോദിക്കുന്നത് മിക്കവാറും ഖാരിഫ് വിളയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഖാരിഫ് വിള ഏതൊക്കെയാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇനി ശൈത്യകാലത്ത്, തണുപ്പുള്ള കാലത്ത്, അതായത് നവംബർ മാസത്തിൽ വിളവിറക്കിയിട്ട് മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. നവംബർ ടു മാർച്ച്, ആ സമയം ഒന്ന് ഓർത്തിരിക്കണേ. റാബി, ഇതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം ഖാരിഫ്, റാബി എന്ന് പറയുമ്പോൾ ഖാരിഫിലെ സമയം ഏതാണ്? ജൂൺ ടു നവംബർ. അപ്പം ഇനി നമ്മൾ നവംബറിൽ തുടങ്ങുകയാണ്. അടുത്തത് ഈ ഓർഡർ ഓർത്തിരിക്കുക: ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഒരു പാട്ട് പോലെ ഓർത്തിരിക്കുക: ഖാരിഫ്, റാബി, സെയ്ദ്. എന്നിട്ട് ഖാരിഫ് എവിടെ നിന്ന് മുതലാണ്? ജൂൺ മാസത്തിൽ തുടങ്ങിയിട്ട് നവംബർ മാസത്തിൽ തീരും. എന്നിട്ട് നമ്മൾ എവിടെ തുടങ്ങും? വീണ്ടും അടുത്തത് ഖാരിഫ് കഴിഞ്ഞാൽ റാബിയാണ്. സ്ക്രീനിൽ നോക്കാൻ ആലോചിച്ചേ, ഖാരിഫ് കഴിഞ്ഞാൽ റാബിയാണ്. അത് എവിടെ മുതലാണ്? നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് വിളവെടുക്കുന്നത്. ഇനി ഏതൊക്കെയാണ് റാബി വിളകൾ നോക്കാം. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ, ലിൻസീഡ്, ഇതൊക്കെയാണ് റാബി വിളകൾ. ഞാൻ പറഞ്ഞു ഖാരിഫ് ആണെങ്കിൽ ഏതാണ് വിളകൾ, അതുപോലെ തന്നെ ഏത് സമയത്താണ് ഇവ നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. റാബി ആണെങ്കിലും ഏതാണ് വിളകളെന്ന് ഓർത്തിരിക്കുക. നവംബർ മുതൽ മാർച്ച് വരെയാണ് നമ്മളത് കൃഷി ചെയ്യുന്നതെന്ന്. ഓക്കെ, ഈ കാര്യം മാത്രം ഓർത്തിരിക്കുക.
ഇനി ഖാരിഫിനും റാബിക്കും ഇടയിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഇടക്കാല വിളകളാണ് സെയ്ദ്. ഖാരിഫും എവിടെ മുതൽ എവിടം വരെയാണ്? ജൂൺ മുതൽ നവംബർ വരെ. റാബി എവിടെ മുതലാണ്? റാബി നവംബർ മുതൽ മാർച്ച് വരെ. ഇതിനിടയ്ക്ക്, ഈ രണ്ട് സമയത്തിനും ഇടയ്ക്ക് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഇടക്കാല വിളകളാണ് സെയ്ദ്. അതായത് പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, തണ്ണിമത്തൻ, ഇതൊക്കെയാണ് സെയ്ദ് വിളകൾ. ഈ നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. അതുപോലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഇനി pH മൂല്യം, അതായത് നെല്ലിന്റെ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് pH-ലുള്ള മണ്ണിലാണ് നെല്ല് നന്നായിട്ട് വളരുന്നത്? pH മൂല്യം 5.5-നും 6.5-നും ഇടയിലുള്ള ചെറുതായ അമ്ലഗുണം എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയാണ്. ചെറിയ അസിഡിറ്റി ഉള്ള മണ്ണാണ് നെല്ലിന് ഏറ്റവും അനുയോജ്യം. അപ്പം നെല്ല് വളരാൻ ആവശ്യമായ മണ്ണിന്റെ pH എത്രയാന്ന് ചോദിച്ചാൽ 5.5 മുതൽ 6.5. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വാല്യൂ തന്നാലും കറക്റ്റാണ്. അപ്പം 5.5-നും 6.5-നും ഇടയിലുള്ള ചെറുതായ അമ്ലഗുണമുള്ള മണ്ണാണ് നെല്ല് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് ചിപ്കോ പ്രസ്ഥാനം കേട്ടിട്ടുണ്ടല്ലോ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി ലോക വനദിനം മാർച്ച് 21. അതുപോലെ വനമഹോത്സവം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1950-ലാണ്. 1950. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് വില്യം റോക്സ്ബർഗ്. അതുപോലെ സിംഹങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വന്യമൃഗ സംരക്ഷണ കേന്ദ്രം, സിംഹങ്ങളെ സംരക്ഷിക്കുവാൻ ഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ് ഗുജറാത്തിലെ ഗീർ വനം. അതുപോലെ തന്നെ വരയാടുകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ പാർക്കാണ് ഇരവികുളം. അതുപോലെ കേരളത്തിൽ പാതിരാ കൊക്കുകളുടെ ഏറ്റവും വലിയ താവളം കുമരകം. നമ്മൾ കൃഷിനെ പറ്റിയാണോ പറയണേ, ഇതെന്തിനാ പറയണേന്ന് ചോദിക്കും. ഇതൊക്കെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്തു പോകുന്നതാണ് കേട്ടോ. ഇനി എല്ലാ വർഷവും ജൂലൈ മാസത്തിലാണ് ദേശീയ വനമഹോത്സവം ആരംഭിക്കുന്നത്. ജൂലൈ മാസത്തിലാണ്. അപ്പൊ ഈ വനമഹോത്സവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ സർദാർ KM മുൻഷിയാണ്. അതുപോലെ കേരളത്തിൽ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാടാണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എറണാകുളത്തുള്ള കോടനാടാണ് ആന പരിശീലന കേന്ദ്രം. അതുപോലെ വൃക്ഷത്തിന്റെ പ്രായനിർണ്ണയം, നമ്മളിപ്പം ഒരു വൃക്ഷം, അതായത് ഇപ്പം തെങ്ങൊക്കെ ആണെങ്കിൽ വൃക്ഷത്തിന്റെ പ്രായനിർണ്ണയത്തിന് ഉപയോഗിക്കുന്നത് വാർഷിക വലയങ്ങൾ. ഇനി അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്, കണ്ടോ, എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തലാണ്. തേനീച്ച വളർത്തൽ ഒരു കൃഷിയാണ്. അതിന് പറയുന്ന പേരാണ് എപ്പിക്കൾച്ചർ. ചോദിക്കാറുണ്ട്. ഫ്ലോറികൾച്ചർ അലങ്കാര സസ്യങ്ങൾ, നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെക്കുന്ന ചെടികൾ, അതിനെ ഫ്ലോറികൾച്ചർ എന്ന് വിളിക്കും. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞാൽ മുന്തിരി വളർത്തുന്നതിനാണ് വിറ്റികൾച്ചർ എന്ന് വിളിക്കുക. വിറ്റികൾച്ചർ. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിയാണ്. മഷ്റൂം കൾച്ചർ കൂൺ കൃഷിയാണ്. ഹോർട്ടികൾച്ചർ പൂന്തോട്ട നിർമ്മാണം. അതുപോലെ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്ന കൃഷി. സിൽവി കൾച്ചർ എന്ന് പറഞ്ഞാൽ വനവിഭവങ്ങൾ, നമ്മൾ വനവിഭവങ്ങൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് ഉൽപാദനങ്ങളൊക്കെ നടത്തുന്നതിനെയാണ് സിൽവി കൾച്ചർ എന്ന് പറയുക. ഇനി വെർമി കൾച്ചർ എന്ന് പറഞ്ഞാൽ മണ്ണിര കൃഷിയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ വെർമി കമ്പോസ്റ്റ് എന്നൊക്കെ കേൾക്കും. അതായത് മണ്ണിര കൊണ്ടുള്ള കമ്പോസ്റ്റിനെയാണ് വെർമി കമ്പോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ മണ്ണിര കൊണ്ടുള്ള കൃഷിനെയാണ് വെർമി കൾച്ചർ. മൾബറി കൃഷിയാണ് മോറി കൾച്ചർ. ഈ സസ്യകോശങ്ങളിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു നല്ല അത്യുൽപാദന ശേഷിയുള്ള സസ്യത്തിന്റെ കോശങ്ങൾ എടുത്ത് നമ്മൾ ലാബിലൊക്കെ വെച്ച് അതിന് കറക്റ്റായിട്ടുള്ള കാലാവസ്ഥയൊക്കെ കൊടുത്ത് അതിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, സസ്യകോശങ്ങളിൽ നിന്ന് ചെടി ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കൃഷിക്ക് പറയുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ. ഇനി മുയൽ വളർത്തലില്ലേ, മുയലുകളെ വളർത്തുന്ന കൃഷിക്ക് പറയുന്നതാണ് ക്യൂണി കൾച്ചർ. അതുപോലെ പക്ഷി വളർത്തുന്ന കൾച്ചറാണ്, അത് അഗ്രികൾച്ചറാണ് ഏവി കൾച്ചർ കേട്ടോ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷകൾക്ക് കണ്ടുവരാറുണ്ട്.
പിന്നെ നമുക്ക് ഈ വിപ്ലവങ്ങൾ ചോദിക്കാറുണ്ട്. കൃഷി വിപ്ലവങ്ങൾ, കാർഷിക വിപ്ലവങ്ങൾ എന്ന് പറയും. കാർഷിക വിപ്ലവങ്ങൾ അതിൽ ധവള വിപ്ലവം, ധവള പ്രകാശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വെള്ള നിറത്തിനെയാണ് ധവള വർണ്ണം എന്ന് പറയുന്നത്. അപ്പം ധവളം വെള്ള നിറത്തിലുള്ളത് പാലാണ്. അതുകൊണ്ട് ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടാണ്. നീല വിപ്ലവം മദ്യോൽപാദനമല്ല കേട്ടോ, മത്സ്യോൽപാദനമാണ്. മത്സ്യോൽപാദനമാണ്. മത്സ്യം, അതായത് നീല, കടലിന്റെ നിറം നീലയാണല്ലോ, അവിടെയാണല്ലോ മത്സ്യം കൂടുതലുള്ളത്. അപ്പം മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം. പിന്നെ മഞ്ഞ വിപ്ലവം. മഞ്ഞ എന്ന് പറഞ്ഞാൽ എണ്ണക്കുരു ഉൽപാദനം, അതായത് എണ്ണ തരുന്ന, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എണ്ണക്കുരുക്കൾ ഏതൊക്കെയാണ്? കടല, നിലക്കടല, കടുക്, അതുപോലെ നാളികേരം, അങ്ങനെയുള്ളവയാണ് എണ്ണക്കുരുക്കൾ. അതുമായി ബന്ധപ്പെട്ട് കൃഷിക്ക് പറയുന്നതാണ് മഞ്ഞ വിപ്ലവം. ഇനി രജത വിപ്ലവം. രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ മുട്ട ഉൽപാദനം, നമ്മുടെ മുട്ടയില്ലേ, മുട്ട ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം എന്ന് പറയുന്നത്. ഇനി തവിട്ടു വിപ്ലവം രാസവളവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി മഴവിൽ വിപ്ലവം തുകൽ പച്ചക്കറിയുമായി ബന്ധപ്പെട്ടാണ്. ഹരിത വിപ്ലവം ഉൽപാദനം, പഴവർഗ്ഗങ്ങൾ, അതുപോലെ പച്ചക്കറി, അതുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പിങ്ക് വിപ്ലവവും പച്ചക്കറി, അതായത് നമുക്കറിയാലോ ചെറിയ ചെറിയ ചെടികളൊക്കെ അല്ലെങ്കിൽ ചില ഫലങ്ങളൊക്കെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിനെയാണ് പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പം ഇത്രയും വിപ്ലവങ്ങൾ. അതുപോലെ തന്നെ ഗ്രേ വിപ്ലവം. ഗ്രേ വിപ്ലവം എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കൃഷി ഭവന നിർമ്മാണം, ഇതിനെയാണ് ചെമ്മീൻ കൃഷി ഭവന നിർമ്മാണം. അതുപോലെ തന്നെ ബ്ലാക്ക് വിപ്ലവം എന്ന് പറഞ്ഞാൽ കൽക്കരി ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ്. കൽക്കരി കറുത്തതാണല്ലോ, അപ്പം ബ്ലാക്ക് വിപ്ലവം. അപ്പം ഇത്രയുമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കേൾക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷേ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ആദ്യം മുതലേ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞത് പലതരത്തിലുള്ള കൃഷി രീതികൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ നെല്ലിനം, ഗോതമ്പിനം, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഇനങ്ങൾ, തെങ്ങിൻ്റെ ഇനം, മരച്ചീനി, കുരുമുളകിൻ്റെ ഇനങ്ങൾ, റബ്ബർ. പിന്നെ കോമൺ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടത് നോക്കി എഴുതിയിട്ടുണ്ട്. അതുപോലെ നാണ്യവിളകൾ എന്താണെന്ന് പറഞ്ഞു, എണ്ണക്കുരുക്കൾ എന്താണെന്ന് പറഞ്ഞു, വിളവെടുപ്പ്, ഇന്ത്യയിലുള്ള ഈ കൃഷിയുമായി ബന്ധപ്പെട്ട വിളവെടുപ്പ് കാലങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ അത് ഏതൊക്കെയാണ് ഓരോ വിളകൾ, അത് എപ്പോഴാണ് എടുക്കുന്നത്, ആ ഒരു പീരീഡ് ഓഫ് ടൈം, അതൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ഓരോ കൃഷിയുടെ പേര്, അലങ്കാര സസ്യങ്ങൾ, മുന്തിരി വളർത്തൽ, അങ്ങനെയുള്ള കൃഷികളുടെയൊക്കെ പേരുകൾ, അങ്ങനെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യം വൃത്തിയായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ നോട്ട് എഴുതുക. നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് എഴുതിയതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നല്ലൊരു റെഡിങ് വെച്ച് വരച്ചിടുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതായത് റെപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുക. അതായത് നമ്മൾ എപ്പോഴും പഠിക്കണമെങ്കിൽ, ഒരു പ്രാവശ്യം പഠിച്ചാലൊന്നും നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്താൽ മാത്രമാണ് നമ്മളിതെല്ലാം ഓർത്തിരിക്കുകയുള്ളൂ. പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ പഠിക്കും, ഇടയ്ക്ക് നമ്മളതൊന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.